ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിസ്ത ഗാലറി. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ പുതിയാപ്ല ചപ്പാത്തി അഥവാ ബട്ടർ പത്തിരി റെസിപ്പി ആയിട്ടാണ്. ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതേ അളവിൽ തന്നെ 1/2 കപ്പ് അരിപ്പൊടിയും എടുത്തിട്ടുണ്ട്. അതും നമുക്ക് ഈ മൈദയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇവയെല്ലാം നമുക്കൊന്ന് നല്ലപോലെ മിക്സ് ആക്കിയെടുക്കാം. ഇനി ഇവിടെ 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ മാവിൽ കുറച്ചായി ചേർത്ത് നല്ലപോലെ മാവൊന്ന് കുഴച്ചെടുക്കാം. ഞാൻ എടുത്ത അളവിൽ നിന്നും ഒരു 1/4 ഗ്ലാസ് വെള്ളം മാത്രമേ ആവശ്യമായി വന്നിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ മാവ് ഇവിടെ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ബട്ടറും ചേർത്ത് അതും കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയിട്ട് ചുട്ടെടുക്കാം. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ കുഴച്ചെടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് പരത്തിയെടുത്ത് ചുട്ടെടുക്കാവുന്നതാണ്. ഇനി ഈ മാവിനെ നമുക്ക് ഒരു ചെറിയ ബോൾസുകളായി എടുക്കാം. ഇനി നമുക്കിത് കൗണ്ടർ ടോപ്പിൽ വെച്ച് പരത്തിയെടുക്കാം. ഇവിടെ ഞാൻ കുറച്ച് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതിൽ മുക്കി നമുക്കൊന്ന് നമ്മുടെ ചപ്പാത്തിയൊക്കെ പരത്തുന്നത് പോലെ ഒന്ന് പരത്തിയെടുക്കാം. ഈ ഒരു കനത്തിലാണ് പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇതുപോലെ ബാക്കിയുള്ള ബോൾസും പരത്തിയെടുക്കാം. അങ്ങനെ എല്ലാ ബോൾസും ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. ഇതിനു വേണ്ടി ഗ്യാസ് ഓണാക്കി അതിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം. പാൻ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പരത്തി വെച്ച നമ്മുടെ പത്തിരി ഇട്ട് കൊടുക്കാം. നമ്മുടെ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്ന പോലെ തന്നെയാണ്. ഇതിപ്പോൾ ഒരു ഭാഗം ചെറുതായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ പൊങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിന് മുകളിലായി കുറച്ച് ബട്ടറൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഈ ബട്ടർ പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പാനിൽ നിന്നും മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള പത്തിരിയും എല്ലാം ചുട്ടെടുക്കാം. കൂടുതൽ സമയം മറിച്ചിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഒരു സൈഡ് ആയിക്കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. വീണ്ടും ഒന്ന് തിരിച്ചിട്ടതിന് ശേഷം അത് പൊങ്ങി വരും. അപ്പോൾ നമുക്കതിന് മുകളിലായിട്ട് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് പാനിൽ നിന്ന് മാറ്റിയെടുക്കാം. അങ്ങനെ എൻ്റെ എല്ലാ ബട്ടർ പത്തിരിയും ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോട് കൂടെ തന്നെ സെർവ് ചെയ്യാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരിയാണിത്. ഇത് നമുക്ക് ചിക്കൻ കറിയുടെ കൂടെയും ബീഫ് കറിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണിത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കരുതുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.